ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സംഗീത. ഇന്ന് ഒരു വിഷു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ, അതായത് തൃശ്ശൂർ സൈഡിലൊക്കെ വിഷുവിൻ്റെ അന്ന് കഴിക്കാനായിട്ട് രാവിലെ വിഷുക്കട്ടയായിരിക്കും മിക്ക വീടുകളിൽ ഉണ്ടാവുക. അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷുവിന് നിങ്ങളും ഒന്ന് ഈ വിഷുക്കട്ട ട്രൈ ചെയ്ത് നോക്കൂ. റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. വിഷുക്കട്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് പുഴുങ്ങല്ലരി അഥവാ ഉണക്കല്ലരി, നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന ഈ അരിയാണ് വേണ്ടത്. ഇതില്ലാത്തവർക്ക് പച്ചരിയിലും വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ 1 കപ്പ് അളവിലാണ് അരി എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 1-2 പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യം നമുക്ക് വെള്ളത്തിൽ കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഈ 1 കപ്പ് അരിയിലേക്ക് ഞാൻ ഈ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, ചിരകി. ഇനി നമുക്കിതിൻ്റെ പാലെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങയെല്ലാം ചേർത്ത് ഒരു 3/4 ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പാല് പിഴിയുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് പാല് കിട്ടും. അപ്പോൾ ഒരു 3/4 കപ്പ് ഒരു ചെറിയൊരു ചൂടുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് 1-ാം പാല് പിഴിഞ്ഞെടുക്കാം. പിന്നെ വീണ്ടും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാലും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് 1-ാം പാലും 2 ഗ്ലാസ് 2ഉം 3ഉം പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ തേങ്ങാപ്പാലിൻ്റെ അളവൊന്നും അങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എടുക്കണമെന്നൊന്നുമില്ല. കുറച്ച് കൂടിയാലും നമ്മുടെ വിഷുക്കട്ടയ്ക്ക് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അത് കാരണം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 3 കപ്പൊക്കെ ആയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിലാണ് നമ്മൾ ഈ വിഷുക്കട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കഴുകി വെച്ചിരിക്കുന്ന അരി ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 2-3 പാലുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 1.5 കപ്പ് പാല് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കുക്കറിൽ വേവിക്കുന്ന കാരണം കൊണ്ട് ഇത്രയ്ക്ക് വെള്ളം മതിയാവും, കുഴപ്പമൊന്നുമില്ല. ഇനി അഥവാ 2 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്താലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതൊന്ന് വറ്റിച്ചെടുക്കണം എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് നമുക്ക് ഒരു 2 വിസിൽ, അരി വേവാനായിട്ട് ഏകദേശം ഒരു 2 വിസിൽ നമുക്ക് അടുപ്പിക്കാം. സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 വിസിൽ ഞാൻ അടിച്ചിട്ടുണ്ട്. നമുക്ക് ആവിയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത പാല് കറക്റ്റായിരുന്നു, നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കാനായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ചൂട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പരന്ന പാത്രത്തിലോ അല്ലെങ്കിൽ ഉരുളിയിലോ നമുക്കിതൊന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പാലിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന പാലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാൽ കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമ്മളുടെ വിഷുക്കട്ടയ്ക്ക് ടേസ്റ്റ് കൂടും. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചൂടായി തിളയൊക്കെ വന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടാണ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് അരി വീണ്ടും ചൂടായതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വെള്ളം അധികമാണെങ്കിൽ അത്യാവശ്യം ഒന്ന് നന്നായിട്ട് വറ്റിയതിന് ശേഷം മാത്രമേ നിങ്ങൾ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ എൻ്റെ ഇതിൽ ഇപ്പോൾ നന്നായിട്ട് വറ്റിയിട്ടുള്ള കാരണം കൊണ്ട് ഞാൻ 1-ാം പാൽ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തോളൂ. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ച് വറ്റി നന്നായിട്ട് കുറുകി വരണം. ഇപ്പോൾ അതുപോലെ തിളച്ച് നന്നായിട്ട് കുറുകി വരണം. അരിയുടെ വേവ് ഈ പറഞ്ഞ പോലെ കറക്റ്റായിരുന്നു നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഈ പാലൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോഴേക്കും അരി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അത് വറ്റി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചുക്കും 1 ടീസ്പൂൺ ജീരകം ഒന്ന് ചതച്ചെടുത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അരി ഇങ്ങനെ നന്നായിട്ട് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പോരാ, നന്നായിട്ട് ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് വറ്റി ഈ അരിയിൽ നന്നായിട്ട് പിടിക്കണം കേട്ടോ. എങ്കിലേ നമ്മളുടെ വിഷുക്കട്ട റെഡി ആവുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒന്നുകൂടെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുക്കും ജീരകപ്പൊടിയും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഈ ചുക്കിൻ്റെയൊക്കെ ഒരു രുചി ഉണ്ടെങ്കിൽ വിഷുക്കട്ട നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
അപ്പോൾ അത് നന്നായിട്ടൊന്ന് മുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലേറ്റ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് തടവുന്നത്. നെയ്യൊന്നും തടവാനായിട്ട് പാടില്ല കേട്ടോ, കാരണം തേങ്ങാപ്പാലായ കാരണം വെളിച്ചെണ്ണയാണ് നല്ലത്. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. പിന്നെ വാഴയില ഉണ്ടെങ്കിൽ വാഴയിലാണ് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ചെയ്യുക. ഇവിടെ എനിക്ക് വാഴയില കിട്ടാത്ത കാരണം കൊണ്ടാണ് ഞാൻ സ്റ്റീൽ പ്ലേറ്റിൽ നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റി ഇതുപോലെ നമ്മൾ ഇങ്ങനെ പടച്ചോറൊക്കെ നമ്മൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ ഇടില്ലേ, അതേപോലെ ഇത് ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ പരത്തുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പരന്നിരിക്കുന്ന ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളിനി വെളിച്ചെണ്ണ വരട്ടി വെച്ചിരിക്കുന്ന ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. വാഴയില ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടി രുചി ഉണ്ടാവുക കേട്ടോ. നാട്ടിലുള്ളവർക്ക് വാഴയില എപ്പോൾ വേണമെങ്കിലും കിട്ടാവുന്നതല്ലേ. അപ്പോൾ വാഴയിലയിൽ ഇതുപോലെ പരച്ചാൽ മതി. അപ്പോൾ വാഴയില ആകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ തടവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് സുഖമായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. നന്നായിട്ട് ഇനി ഒന്ന് പരത്താം. എല്ലാ സൈഡിലേക്കും ഒരേ ലെവലിലായിട്ട് പരത്താം. ഇത് പരത്താനായിട്ട് നമുക്ക് ഏറ്റവും നല്ലത് സ്പൂണൊന്നല്ല, പകരം ഇതുപോലത്തെ കറി പിഞ്ഞാണുണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് അമർത്തി ഒന്ന് പരത്തി ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒരേ തിക്നെസ്സിൽ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇത് ചൂടാറി ഏകദേശം ഒരു അരമണിക്കൂർ ഒന്ന് സെറ്റാവാനായിട്ട് എടുക്കും. എങ്കിലേ ഇപ്പോൾ ഈ ഒന്നിങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ നന്നായിട്ട് ടൈറ്റായിട്ട് നമുക്ക് നല്ല പീസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ലെവൽ ചെയ്തതിന് ശേഷം ഇപ്പോൾ തന്നെ ഈ ചൂടോട് കൂടി തന്നെ നമുക്കിത് ഷേപ്പ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ സാധാരണ കട്ടായിട്ട് തന്നെ ബ്രിക്ക് ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു ചൂടോട് കൂടി തന്നെ ഇതുപോലെ ഇങ്ങനെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി വിഷുക്കട്ട എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ വിഷുക്കട്ട ഉണ്ടാക്കാൻ അറിയാത്തവരൊന്ന് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് വിഷുക്കട്ടയുടെ കൂടെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ശർക്കര പാനി ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു 2 അച്ച് ശർക്കര ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് ശർക്കരയൊക്കെ ഒന്ന് ഉരുകി ഒരു ചെറിയൊരു ഒറ്റനൂൽ പരുവൊന്നും ആവാൻ നിൽക്കണ്ട, എന്നാലും ഒന്ന് കുറുകി കിട്ടണം. ഇപ്പോൾ ഏകദേശം ഇതുപോലെ ഒന്ന് കുറുകി കിട്ടണം. നമ്മളിങ്ങനെ ഒഴിച്ചു വെക്കുമ്പോൾ ചെറിയൊരു ഒരു കട്ടി വേണം, വല്ലാണ്ട് വെള്ളം പോലെ അങ്ങനെ പോകരുത്. എങ്കിൽ നല്ല തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ക്രിസ്റ്റലായിട്ട് ഉറയ്ക്കാനും പാടില്ല. ആ ഒരു രീതിയിൽ നമ്മൾ ലൂസ് ചെയ്തിട്ട് എടുക്കുക. ചൂടോട് കൂടി തന്നെ നമുക്കിതൊന്ന് അരിച്ച് മാറ്റാം. അരിച്ച് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുക്കും ജീരകത്തിൻ്റെയും പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ഏലക്ക പൊടിച്ചതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ വിഷുക്കടയുടെ കൂടെ കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് രാവിലെ ഈ ഒരു ഇതാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ശർക്കരപ്പാനി മധുരം ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ നമ്മുടെ വെള്ളഷ്ടവും സദ്യയിലുണ്ടാകുന്ന വെള്ളഷ്ടവും പപ്പടം കൂട്ടിയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ വിഷുക്കട്ട ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കത് ഇങ്ങനെ എടുത്ത് നോക്കാൻ കണ്ടില്ല, നല്ല കറക്റ്റായിട്ട് നല്ല ബ്രിക്ക് പോലെ തന്നെ കട്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വിഷുവിന് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. താങ്ക്